മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ വലിയ നോയമ്പിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം വന്നുചേർന്നിരിക്കുകയാണ്. രണ്ടാമത്തെ വെള്ളിയാഴ്ച രണ്ട് ഭാഗങ്ങളായിട്ട് ചില ദൈവിക ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും ധ്യാനത്തിനുമായിട്ട് കൊണ്ടുവന്ന ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യ ഭാഗം വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു 3 ചിന്തകൾ അതൊന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ ആദ്യമായിട്ടെടുക്കുകയാണ്. എന്താണ് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്ത? നല്ല ശീലങ്ങളിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പാണ് നോമ്പിൻ്റെ ദിനങ്ങൾ എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. നല്ല ശീലങ്ങളിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പാണ് നോമ്പിൻ്റെ കാലയളവ്. നമ്മിലൊക്കെ തണുത്തുറഞ്ഞു പോയ നന്മകളുടെ പ്രോജ്വലനമാണ് ഈ നോമ്പിൻ്റെ കാലയളവിൽ നടക്കേണ്ടത്. ദുശീലങ്ങളുടെ കൂമ്പാരമായിട്ട് ഇന്നിൻ്റെ തലമുറ മാറിയിരിക്കുന്നു. അവിടെ ജീവിതം മാറിയിരിക്കുന്നു. തിന്മയായതൊക്കെ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ജീവിതങ്ങളായിട്ട് ഓരോരുത്തരുടെയും ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ കാലയളവിൽ തിന്മയായതിനോടൊക്കെ വിട പറഞ്ഞ് ദൈവികമായതിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പ്, ആത്മീകമായ ഒരു പുഷ്ടി ആർജിക്കുവാനുള്ള ഒരു തിരിച്ചു നടപ്പാണ് നോമ്പിൻ്റെ കാലയളവ് എന്ന് തിരിച്ചറിയുക. കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് വന്നുകൂടിയ വലിയ ഒരു ജനസമൂഹം, ശിഷ്യന്മാരും കൂടെയുണ്ട്. അവിടെ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് എന്താണ് അടിസ്ഥാന യോഗ്യത? യേശുതമ്പുരാൻ സമീപത്ത് നിന്ന ഒരു കുഞ്ഞിനെ അടുത്തേക്ക് പിടിച്ച് നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. അനുഗ്രഹീത സഹോദരങ്ങളെ, എന്താണ് ഇവിടെ കർത്താവ് അർത്ഥമാക്കുന്നത്? ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കുക: ശൈശവത്തിൻ്റെ നൈർമല്യത്തിലേക്ക് നീ ഒന്ന് തിരിച്ചു വരിക. ശൈശവത്തിൻ്റെ നൈർമല്യത്തിലേക്ക് നീ ഒന്ന് തിരിച്ചു വരിക. അപ്പോൾ മാത്രമേ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ നിനക്ക് കഴിയുകയുള്ളൂ. അനുഗ്രഹീത സഹോദരങ്ങളെ, ഓർക്കുക, നോമ്പിൻ്റെ കാലയളവ് ഒരു തിരിച്ചു നടപ്പിലേക്ക്, നല്ല ശീലങ്ങളിലേക്കുള്ള തിരിച്ചു നടപ്പിൻ്റെ ഒരു കാലയളവ. ഒരു തീരുമാനമെടുക്കുക. തിന്മയായതിനോട് വിട പറഞ്ഞ് നന്മയായത് മാത്രം ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവീകമായതിന് മാത്രം നിന്നുകൊടുത്തുകൊണ്ട് ഒരു ജീവിതം നയിക്കും എന്ന് തീരുമാനിക്കുക. ഇതായിരിക്കണം നോമ്പിൻ്റെ കാലയളവിൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത. 2, ദൈവ ശബ്ദം, ദൈവത്തിൻ്റെ സ്വരം ശരിയാമണ്ണം കേൾക്കുവാനുള്ള ഒരവസരമാണ് ഈ നോമ്പിൻ്റെ കാലയളവ്. ദൈവ സ്വരം കേൾക്കാനുള്ള അവസരമാണ്. ഇവിടെ പറയുന്ന ഈ പ്രബോധന ശുശ്രൂഷ മാത്രമല്ല, അതിലൂടെ മാത്രമല്ല ദൈവശബ്ദം കേൾക്കുന്നത്, മറിച്ച് തിരുവെഴുത്തുകൾ ദൈവ ശബ്ദമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഇത് കൂടുതൽ വായിക്കുവാനും ധ്യാനിക്കുവാനും ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിയുവാനും ദൈവശബ്ദം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് കഴിയണം. ഈ ദൈവസ്വരം ശരിയായിട്ട് കേൾക്കണമെങ്കിൽ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ, എല്ലാവരുടെയും കയ്യിൽ സെൽഫോണുണ്ട്. ഇപ്പോഴീ ഈ ദേവാലയത്തിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൂടിവരവല്ല, മറ്റേതെങ്കിലും ഒരു കൂടിവരവിൽ അവിടെ വെച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന
മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുവെങ്കിൽ ആ കൂട്ടത്തിൽ നിന്ന് ആയിരിക്കുന്ന കൂട്ടത്തിലായിരിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അവൻ ബാക്കിയുള്ളവരെയൊക്കെ വിട്ടിട്ട് മാറി നിൽക്കും. എവിടെയെങ്കിലും ഈ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് അവൻ ഈ ഫോൺ അറ്റൻഡ് ചെയ്യും. അതെന്തിനെന്ന് ചോദിച്ചാൽ, കൂട്ടത്തിൽ നിന്ന് ഫോൺ എടുക്കുന്നത് അധാർമികമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, മറിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേൾക്കണമെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്ന് ഒരു മാറ്റം ആവശ്യം. അതുകൊണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ആവശ്യമാണ്. ദൈവ ശബ്ദം ശരിയായിട്ട് കേൾക്കണമെങ്കിൽ നീ ആയിരിക്കുന്ന പതിവിടങ്ങളിൽ നിന്ന് നിനക്കൊരു മാറ്റം ആവശ്യം. യേശുദമ്പുരാൻ പോലും ഉപവാസത്തിനും ധ്യാനത്തിനുമായിട്ടൊക്കെ വേർതിരിച്ചത്, തെരഞ്ഞെടുത്തത് മരുഭൂമിയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് 2 വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, മരുഭൂമി എന്ന് പറയുന്നത് പിശാചുക്കളുടെ അധിവാസ കേന്ദ്രമാണ്, ആവാസ കേന്ദ്രമാണ്. അവിടെ തന്നെ ചെന്ന്, അവരുടെ തട്ടകത്തിൽ തന്നെ ചെന്ന് കർത്താവ് ഈ പൈശാചികമായ ശക്തികളെ തുന്നം പാടിക്കുന്നു എന്ന ഒരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, തടാക തീരത്തായിരുന്നാലും കഫർനഹൂം പട്ടണത്തിലായിരുന്നാലും അവിടെയൊക്കെ തിരക്കുകളും അതോടൊപ്പം തന്നെ വലിയ വലിയ വിഷയങ്ങളുമായിട്ട്, പ്രശ്നങ്ങളുമായിട്ട് തന്നെ സമീപിക്കുന്ന ജനസമൂഹമുണ്ട്. അവിടെ ശാന്തമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിപ്പാൻ കഴിയുകയില്ല. ആ നിലയിൽ ഏകാഗ്രമായിട്ട് ദൈവ സാന്നിധ്യം മനസ്സിലാക്കി ദൈവപിതാവുമായുള്ള സംസർഗത്തിലായിരിക്കുവാൻ പറ്റിയ സ്ഥലം മരുഭൂമി എന്ന് കണ്ട് കർത്താവ് ഉപവാസത്തിന്, ധ്യാനത്തിന്, പ്രാർത്ഥനയ്ക്കായിട്ട് മരുഭൂമി തെരഞ്ഞെടുത്തു എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. അനുഗ്രഹീത സഹോദരങ്ങളെ, ഇതിൽ ഈ രണ്ടാമതായി പറയുന്ന കാര്യം ഓർക്കുക. ആയിരിക്കുന്ന പതിവിടങ്ങളിൽ നിന്ന് നിനക്കൊരു മാറ്റം ഉണ്ടാകണം. ദൈവ ശബ്ദം ശരിയായിട്ട് ശ്രവിക്കണമെങ്കിൽ ദൈവ സ്വരം കേൾക്കാനുള്ള അവസരമാണ് നോമ്പിൻ്റെ കാലയളവ് എന്ന് തിരിച്ചറിയുക. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ടുന്ന അവസ്ഥയിലേക്ക് നീ ഒന്ന് കൊണ്ടുവരിക. ആ നിലയിൽ ഒരു മാറ്റം ജീവിതത്തിൽ വരുത്തുക. മൂന്നാമതായിട്ട് നോമ്പിൻ്റെ കാലയളവ്, ആ കാലയളവിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്ത, ജീവിതയാത്രയിൽ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ ഒന്ന് തിരിച്ചു പിടിക്കുക. ജീവിതയാത്രയിൽ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിനെ ഒന്ന് തിരിച്ചു പിടിക്കുക. അനുഗ്രഹീത സഹോദരങ്ങളെ, തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ യേശുദമ്പുരാൻ, ബാലനായ യേശു, മാതാവും യോസഫും എല്ലാം പെരുന്നാളിൽ സംബന്ധിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പെരുന്നാളിൽ സംബന്ധിച്ചതിന് ശേഷം തിരികെ പോകുന്ന സന്ദർഭത്തിൽ ഒരു ദിവസത്തെ വഴിയാത്ര കഴിയുമ്പോഴാണ് കൂടെ കർത്താവില്ല, ബാലനായ യേശു ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം 3 ദിവസത്തെ വഴിയാത്ര ചെയ്ത് തിരികെ നഷ്ടപ്പെട്ട, കൈമോശം വന്ന ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന തിരുകുടുംബത്തിൻ്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ കൈമോശം വന്ന ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ നഷ്ടപ്പെടുത്തിയ ക്രൈസ്തവ മൂല്യങ്ങൾ മുറുകെ പിടിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന മനുഷ്യരായിട്ട് മാറണം. നഷ്ടപ്പെടുത്തിയ, കൈമോശം വന്ന ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മുറുകെ പിടിക്കുന്ന ആ മൂല്യങ്ങൾ അത് ഭംഗിയായിട്ട് മറ്റുള്ളവരോട് പ്രഘോഷിച്ച് അവരെ അതിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്ന മനുഷ്യരായിട്ട് മാറുക. ആ നിലയിൽ ഈ നോമ്പിൻ്റെ കാലയളവ് ഈ 3 ചിന്തകൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഈ 3 തീരുമാനങ്ങൾ എടുക്കണം. 1, എൻ്റെ ദുശീലങ്ങളോടൊക്കെ വിട പറഞ്ഞ് നല്ല ശീലങ്ങളിലേക്ക് ഒരു തിരിച്ചു നടപ്പാക്കി ഈ നോമ്പിൻ്റെ ദിനങ്ങൾ മാറ്റുകയും അങ്ങനെ മേലിൽ തിന്മയായതിനോട് ഒരു കൂട്ടാളിയായി ഞാൻ മാറുകയില്ല എന്നൊരു തീരുമാനമെടുക്കുവാൻ നമുക്ക് കഴിയണം. 2, ദൈവത്തിൻ്റെ ഒരു ശബ്ദം
സ്ഥിരമായിട്ട് ശ്രവിപ്പാൻ തക്കവണ്ണം ഞാൻ ശ്രമിക്കും എന്നൊന്ന് തീരുമാനിക്കുക. 3, കൈമോശം വന്ന ക്രിസ്തുവിനെ, ക്രൈസ്തവ മൂല്യങ്ങളെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു പിടിക്കും എന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് ഈ 3 തീരുമാനങ്ങൾ ഈ നോമ്പിൻ്റെ കാലയളവിൽ എടുക്കുവാൻ എല്ലാവർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിലെ താഴ്വരകൾ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കും ധ്യാനത്തിനുമായിട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ താഴ്വരകൾ പൊതുവായിട്ട് നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ താഴ്വരകളെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട്. താഴ്വരകളെ കുറിച്ച് പരാമർശിക്കുന്ന ചില വേദഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്. അതിൻ്റെ റെഫറൻസ് മാത്രം വായിക്കുന്നു. ഭവനങ്ങൾ ചെന്ന് ഈ വേദഭാഗം മുഴുവനായിട്ട് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. താഴ്വരകളെക്കുറിച്ച് പ്രധാനമായിട്ട് പറയുന്ന ചില വേദഭാഗങ്ങൾ: ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം, 37-ാം അധ്യായം 14-ാമത്തെ വാക്യം, 2 ശമൂവേൽ 18-ാം അധ്യായം 18-ാമത്തെ വാക്യം, സംഖ്യാപുസ്തകം 14-ാം അധ്യായം 25-ാമത്തെ വാക്യം, 1 ശമൂവേൽ 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 14-3, 37-14, 2 ശമൂവേൽ 18-18, സംഖ്യാപുസ്തകം 14-25, 1 ശമൂവേൽ 6-13. താഴ്വരകളെ കുറിച്ച് പ്രധാനമായിട്ട് പരാമർശിക്കുന്ന വേദഭാഗങ്ങൾ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താഴ്വരകൾ പൊതുവായിട്ട് നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്താ എന്ന് ചിന്തിക്കുന്നതിന് മുൻപായിട്ട്, താഴ്വര എന്ന പദം ഏതൊക്കെ അർത്ഥതലത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നും താഴ്വരകൾ ഏതൊക്കെ കാര്യത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നും ഒന്ന് മനസ്സിലാക്കുന്നത് ഉചിതമാണ് എന്ന് കരുതുകയാണ്. താഴ്വര എന്ന പദം 2 മലകൾക്കിടയിലുള്ള ഭൂമി, നീരോട്ടമുള്ള പ്രദേശം, താഴ്ന്ന പ്രദേശം, സമതലം, നിരപ്പായ ഭൂമി എന്നീ അർത്ഥതലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. 2 മലകൾക്കിടയിലുള്ള ഭൂമി, നീരോട്ടമുള്ള പ്രദേശം, നിരപ്പായ ഭൂമി, സമതലം, താഴ്ന്ന പ്രദേശം എന്നീ അർത്ഥതലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നു. ഈ താഴ്വരകൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്ന് വ്യക്തമായ ചിത്രം വേദപുസ്തകം നൽകുന്നുണ്ട്. 3-4 കാര്യങ്ങൾക്ക് വേണ്ടി താഴ്വരകൾ ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 1, യുദ്ധങ്ങൾ നടന്നിരുന്നത് താഴ്വരകളിലാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 8-9 വാക്യങ്ങൾ അത് നമുക്ക് വെളിപ്പെടുത്തി തരും. യുദ്ധങ്ങൾ നടന്നിരുന്ന സ്ഥലം താഴ്വര. 2, നഗരങ്ങൾ പണിയപ്പെട്ടിരുന്നത് താഴ്വരകളിലാണ്. ഉൽപ്പത്തി പുസ്തകം 19-29. 3, ആട്ടിൻപറ്റങ്ങളെ മേയിച്ചിരുന്നതും കൃഷി ചെയ്തിരുന്നതും താഴ്വരകളിലാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 27-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലൂടെ നമുക്ക് അത് വ്യക്തമാകും. 4, താഴ്വരകളിലാണ് ധാന്യങ്ങൾ വളരെ പുഷ്ടിയോടുകൂടി വളർന്നിരുന്നത്. 65-ാം സങ്കീർത്തനം 13-ാമത്തെ വാക്യം അത് നമുക്ക് വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ട് ഓർക്കുക, താഴ്വരകൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു? 4 കാര്യങ്ങൾക്ക് വേണ്ടി. 1, യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. 2, നഗരങ്ങൾ പണിയപ്പെട്ട സ്ഥലമാണ്. 3, ആട്ടിൻപറ്റങ്ങളെ മേയിച്ചിരുന്ന സ്ഥലമാണ്. 4, ധാന്യങ്ങൾ സമൃദ്ധിയായി വിളഞ്ഞ ഇടമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശോധിക്കുമ്പോൾ
താഴ്വരകളെക്കുറിച്ച് കൂടുതൽ പരാമർശങ്ങളൊന്നുമില്ല. യേശുതമ്പുരാന്റെ മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ പഴയ നിയമ പ്രവാചകന്മാരുടെ ഭാഷയിൽ യെശയ്യാവിനെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്: താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും താഴ്ത്തപ്പെടുമെന്ന്. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും താഴ്ത്തപ്പെടുമെന്ന്. ഇവിടെ പഴയ നിയമത്തിലെ പോലെയുള്ള അർദ്ധതലങ്ങളിലല്ല യോഹന്നാൻ സ്നാപകൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് യേശുവിൻ്റെ വരവോടുകൂടെ യഹൂദ സമൂഹത്തിന് വന്നു ചേരുന്ന മാറ്റങ്ങളൊന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുന്നും താഴ്വരയും എന്നുള്ള പരാമർശം ഇവിടെ നടത്തിയിരിക്കുന്നത്. നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന യഹൂദ ജനം നിയമത്തിൻ്റെ ആ ആന്തരികമായ അർത്ഥം, അതിൻ്റെ എല്ലാറ്റിൻ്റെയും പൂർത്തീകരണമാകുന്ന ആ സ്നേഹമെന്ന അംശം അല്പം പോലും ജീവിതത്തിൽ കൊണ്ടുവരാതെ പ്രമാണങ്ങൾ പാലിക്കുന്ന സമൂഹത്തിന് തമ്പുരാന്റെ വരവോടി കൂടെ ഉണ്ടാകുന്ന അവിടെ ജീവിതത്തിന് വരുത്തുന്ന മാറ്റങ്ങൾ അതൊന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലെന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. മറ്റൊരർത്ഥതലം കൂടി പുതിയ നിയമത്തിൽ താഴ്വരകൾക്ക് നമുക്ക് കാണാൻ കഴിയും. താഴ്വരകൾ എന്ന് പറയുന്നത് ദൈവഹിതം നിറവേറപ്പെടുന്ന ഇടങ്ങളായിട്ട് ചിത്രീകരിക്കുന്നു. ദൈവഹിതം നിറവേറപ്പെടുന്ന ഇടങ്ങളാണ്. മലയുടെ മുകളെന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്. ആ മലയുടെ നെറുകയിൽ യേശുതമ്പുരാൻ പലപ്പോഴും ദൈവപിതാവുമായുള്ള സംസർഗത്തിലായിത്തീരുന്നുണ്ട്. അങ്ങനെ ദൈവപിതാവുമായുള്ള സംസർഗത്തിൽ അവിടെ ലഭിക്കുന്ന അനുഭവങ്ങൾ പങ്കിടുന്ന ഇടമാണ് താഴ്വര. അവിടെ ലഭിച്ച നന്മകൾ പങ്കിടുന്ന ഇടമാണ് താഴ്വര എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. ആ നിലയിൽ താഴ്വരകൾ എന്ന് പറയുന്നത് പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് ലഭിച്ച ആ ദൈവത്തിൻ്റെ ഹിതം അല്ലെങ്കിൽ ദൈവനിർദ്ദേശം അതെല്ലാം നിറവേറപ്പെടുന്ന സ്ഥലമാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ് മലയുടെ മുകളെങ്കിൽ അവിടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ഹിതം നിറവേറപ്പെടുന്ന ഇടമാണ് ഈ താഴ്വരകൾ എന്ന് മനസ്സിലാക്കുക. ആ നിലയിൽ പഴയ പുതിയ നിയമ പശ്ചാത്തലത്തിൽ താഴ്വരകൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നുവെന്നും ഏതൊക്കെ അർത്ഥതലത്തിൽ താഴ്വര എന്ന പദം ഉപയോഗിച്ചിരുന്നുവെന്നും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ ഈ താഴ്വര പൊതുവായിട്ട് നമ്മുടെ ജീവിതത്തിന് നൽകുന്ന ചില സന്ദേശങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയ്ക്കും ധ്യാനത്തിനുമായിട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് താഴ്വര? ആ താഴ്വരകളെക്കുറിച്ച് പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ പോസിറ്റീവായിട്ടുള്ള സന്ദേശവും നൽകുന്നുണ്ട്, നെഗറ്റീവായിട്ടുള്ള സന്ദേശവും ഈ താഴ്വരകൾ നൽകുന്നുണ്ട്. ആദ്യം നൽകുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു സന്ദേശമാണ്. അതെന്തെന്ന് ചോദിച്ചാൽ, താഴ്വര എന്ന് പറയുന്നത് ദൈവിക അനുഗ്രഹങ്ങളുടെ പ്രതീകമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഇടമാണ്. ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലമാണ് താഴ്വര എന്ന് പറയുന്നത്. അനുഗ്രഹീത സഹോദരങ്ങളെ, പഴയ നിയമ ചിന്താഗതി അനുസരിച്ച് സമൃദ്ധിയുള്ള അനുഭവം, ഇടം, അത് ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടമായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇവിടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ധാന്യങ്ങൾ വളരെ സമൃദ്ധമായിട്ട് വിളഞ്ഞിരുന്ന ഇടമാണ് താഴ്വരകൾ. അല്പം കൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 23-24 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു: അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. മുന്തിരിത്തോപ്പുകളും മറ്റ് ഫലവൃക്ഷങ്ങളും സമൃദ്ധിയായി വിളഞ്ഞിരുന്ന ഇടമാണ് ഈ താഴ്വര. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. താഴ്വര
ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടമാണ് എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായി തീരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഓരോരുത്തരും ചോദിക്കും. ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടമാണ് താഴ്വരയെങ്കിൽ എൻ്റെ ജീവിതമാകുന്ന താഴ്വര ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായി മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അനുഗ്രഹീത സഹോദരങ്ങളെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരിക. ദൈവിക അനുഗ്രഹങ്ങളെ ഇടങ്ങളായിട്ട് നമ്മുടെ ജീവിതം മാറണമെങ്കിൽ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നീ ഇന്ന് പുലർത്തുന്ന ചില ജീവിത അനുഭവങ്ങളോടുള്ള മനോഭാവത്തിന് മാറ്റം വരുത്തണം. മനോഭാവത്തിന്റെ മാറ്റമാണ് ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായിട്ട് നമ്മുടെ ജീവിതങ്ങളെ മാറ്റുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2 മലകൾക്കിടയിലുള്ള സ്ഥലമാണ് താഴ്വര എന്ന്. 2 മലകൾക്കിടയിലുള്ള സ്ഥലമാണ്. മലകളും താഴ്വരകളും ജീവിതത്തിന്റെ 2 അനുഭവങ്ങളുടെ പ്രതീകമായിട്ട് കാണണം. ജീവിതത്തിലെ സുഭിക്ഷതയുടെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഔന്നത്യത്തിന്റെയും ഐശ്വര്യങ്ങളുടെയും ഒക്കെ ഒരിടമായി താഴ്വരയെ കാണുക. അതേസമയം തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ, രോഗങ്ങളുടെ, ദുഃഖങ്ങളുടെ, നൊമ്പരങ്ങളുടെ ഒക്കെ ഒരനുഭവമായിട്ട് ഈ മലകളെ കാണുക. 2 മലകൾക്കിടയിലുള്ള ഭൂമി ജീവിതത്തിലെ 2 അനുഭവങ്ങളുടെ സൂചന. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങളുടെ സൂചനകളാണ് താഴ്വരയും മലകളും. ഈ 2 അനുഭവങ്ങളിലും ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു മനോഭാവം നിനക്കുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളാൽ സർവശക്തനായ ദൈവം നിന്നെ നിറയ്ക്കും. അനുഗ്രഹീത സഹോദരങ്ങളെ, ഇരുമുടിക്കെട്ടുമായിട്ട് ഈശ്വര ദർശനത്തിനായി മല ചവിട്ടുന്ന ഹൈന്ദവ സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇരുമുടിക്കെട്ടിന് ഒത്തിരി വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്തൊരു വായനയിൽ എനിക്ക് കിട്ടിയ ഒരു ആശയം, ഇവർ ഈശ്വര ദർശനത്തിനായിട്ട് മല ചവിട്ടി, ആ ഈശ്വര ദർശനം അവർക്ക് ലഭിച്ച് അവർ തിരിച്ചു വരുമ്പോൾ 2 കെട്ടായിട്ട് കൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ട് ഒറ്റക്കെട്ടായിട്ടാണ് തിരിച്ചു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അങ്ങോട്ട് 2 കെട്ടുണ്ട്, ഇങ്ങോട്ട് വരുമ്പോൾ 1 കെട്ടാ. ഇത് എന്താന്ന് ചോദിച്ചാൽ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ ദുഃഖം എൻ്റെ സുഖം എന്ന ചിന്താഗതിയിലാണ് പോകുന്നത്. എൻ്റെ ദുഃഖം എൻ്റെ സുഖം എന്ന് പറഞ്ഞു പോകുന്നു. തിരിച്ചു വരുമ്പോഴോ സുഖവും ദുഃഖവും ഈശ്വരപ്രസാദമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തിച്ചേരുക. സുഖവും ദുഃഖവും ഈശ്വര പ്രസാദമാണ് എന്നുള്ള തിരിച്ചറിവാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇത് 2ഉം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. സുഖവും ദുഃഖവും ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഭവത്തിൽ ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും ദൈവം നൽകിയ അനുഗ്രഹമാണെന്നും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവർ കാണും. എന്നാൽ ദുഃഖത്തിൻ്റെയും നൊമ്പരങ്ങളുടെയും അനുഭവത്തിൽ, ഈ വേദനകളുടെ തീച്ചൂളയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് പറയുവാനും ആ വേദനകളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും കഴിയുന്ന ഒരു തലം നമ്മിൽ ശക്തമാക്കിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. ജീവിതത്തിൽ ദുരന്തങ്ങളുടെ വെള്ളിടികൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പല മനുഷ്യരും ആ ദുരന്തങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഇത് ദൈവ നിയോഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു വൈദികന്റെ സഹധർമ്മിണി കാറപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. കാറപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞ സഹധർമ്മിണിയുടെ വികലമാക്കപ്പെട്ട, തകർക്കപ്പെട്ട ഈ മൃതശരീരത്തിന് അരികിൽ നിന്നുകൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ നിറകണ്ണുകളോടെ ഒരു വൈദികൻ വിളിച്ചു പറഞ്ഞു, ഇതിന്റെ പിന്നിലും ഒരു ദൈവ നിയോഗമുണ്ടെന്നോ, ഇതിന്റെ പിന്നിലും ഒരു ദൈവ നിയോഗമുണ്ട്.
ഓർത്തഡോക്സ് സഭയുടെ അഭിമാനമായ സ്വർണ്ണനാവുകാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോക്ടർ TJ ജോഷുവ അച്ഛൻ, ആദരണീയനായ ജോഷുവ അച്ഛനാണ് തൻ്റെ സഹധർമ്മിണിയുടെ ഈ തകർക്കപ്പെട്ട ശരീരത്തിന് അടുത്ത് നിന്നുകൊണ്ട് ഇതുപോലെ പറഞ്ഞത്, ഇത് ദൈവനിയോഗമാണ്. നിങ്ങൾ ചിന്തിക്കും, അച്ഛൻ വലിയ ഗ്രന്ഥകാരനാണ്, ധ്യാനഗുരുവാണ്, കൺവെൻഷൻ പ്രസംഗകനാണ്, സെമിനാരി പ്രൊഫസറാണ്, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു. സാധാരണ മനുഷ്യരെ അങ്ങനെയൊന്നും പറയില്ല എന്ന്. 24 വർഷമായി ഞാൻ പട്ടമേറ്റിട്ട് കൊല്ലം ഭദ്രാസനത്തിലായിരുന്നു. ഇപ്പോഴും ഞാൻ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലാണ്. പ്രബലമായ പല പള്ളികളിലും ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആ അനുഭവ സമ്പത്തിൽ എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്ന പല സംഭവങ്ങളുണ്ട്. ഞാൻ ഈ അടൂർ കരുവാറ്റ പള്ളിയിൽ ശുശ്രൂഷിക്കുന്ന കാലയളവിൽ 17 വയസ്സുള്ള ഒരു മകൻ ജിനു ഒരു ബൈക്കും ലോറിയുമായിട്ട് കുട്ടിമുട്ടിയ ബൈക്ക് അപകടത്തിൽ ഈ മകൻ മരിക്കുന്നു. ഈ മകൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും പേര് ജോസ് എന്നും മിനി എന്നുമാണ്. മിനിയും ജോസും അവരുടെ ജീവിതത്തിൻ്റെ നന്മ എന്തെന്ന് ചോദിച്ചാൽ, അവരോട് 5 മിനിറ്റ് സംസാരിച്ചാൽ അവർ 3 പ്രാവശ്യം ദൈവത്തിന് സ്തുതി പറയും. അങ്ങനെയുള്ള ദമ്പതികളാണ്. അങ്ങനെയുള്ളവരുടെ ഏക മകനാണ് ഈ ലോറി അപകടത്തിൽ മരിച്ചത്. മരിച്ചതിന് ശേഷം ഭവനത്തിൽ ചെന്നു. ആ ഭവനത്തിൽ ചെന്നപ്പോഴും അവരെ അഭിമുഖീകരിക്കാൻ അല്പം പ്രയാസം എനിക്ക് ആദ്യം തോന്നി. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുക എന്ന് കരുതിയാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ മിനിയും ജോസും ഈ മകനെക്കുറിച്ച് അങ്ങോട്ട് പറയുകയാണ്, അച്ഛാ 17 വയസ്സ് വരെ അവനെ നോക്കുവാൻ വേണ്ടി, അവനെ സൂക്ഷിക്കുവാൻ വേണ്ടി ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതാ. നമ്മളൊക്കെ പലതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രമല്ലേ വെച്ചാ, ഉടയവൻ ദൈവമാ. അപ്പൊ ഉടയവൻ അവനെ വിളിച്ചു. ഈ 17 വർഷക്കാലം അവനെ സൂക്ഷിക്കുവാൻ, അവനെ ശ്രദ്ധിക്കുവാൻ, അവനെ നല്ല പൈതലായിട്ട് വളർത്തുവാൻ കൃപ ചെയ്തതിനായി ദൈവത്തിന് സ്തുതി. വീണ്ടും പറയുകയാണ്, 17 വയസ്സ് വരെ അവനെ പഠിപ്പിച്ചു. 5ാം ക്ലാസ്സിൽ അവനെ സ്കൂളിൽ കൊണ്ടാക്കി. ഇത്രയും നാളത്തെ അവനെ പഠിപ്പിച്ചതിൽ ഒരു പ്രാവശ്യം പോലും അവൻ്റെ മോശമായ പെരുമാറ്റത്തിന് പേരിൽ ആരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അതിനെ ഓർത്ത് ദൈവത്തിന് സ്തുതി. വീണ്ടും പറയുകയാണ്, അവൻ വിശുദ്ധ മതബോധമായി ശുശ്രൂഷിക്കുന്ന പയ്യന. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ദൈവതിരുസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുവാൻ ഒരു കൊച്ചു മാലാഖയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ദുരന്തങ്ങളില്ലാത്ത അനുഭവത്തിലും 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ 3 പ്രാവശ്യം ദൈവത്തിന് സ്തുതി പറയുന്ന ദമ്പതികൾ. ഈ മകൻ ഏകജാതൻ, അവൻ ഈ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടപ്പോഴും പറയുകയാണ്, ദൈവം നൽകിയ നന്മകളെ, ദൈവം ഇതുവരെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. അനുഗ്രഹീത സഹോദരങ്ങളെ, സുഖവും ദുഃഖവും ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യരായിട്ട് നീ മാറുമ്പോൾ ദൈവീക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായിട്ട്, താഴ്വരകളായിട്ട് നിന്റെ ജീവിതം മാറ്റപ്പെടും എന്ന് നീ തിരിച്ചറിയുക. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ പർവ്വത പ്രസംഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഃഖിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ഈ ദുഃഖം എങ്ങനെയാ ഭാഗ്യമായി തീരുന്നതെന്ന്. പ്രിയമുള്ളവരെ, വിശദീകരിക്കാൻ സമയമില്ല. എങ്കിലും ദുഃഖം ഭാഗ്യമായി തീരുവാൻ 4 കാരണങ്ങളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. 1, ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവങ്ങൾ വരുമ്പോഴാണ് ജീവിതം പക്വതയുടെ തലത്തിലേക്ക് എത്തുന്നത്. ജീവിതത്തിൽ ദുഃഖകരമായ അനുഭവം വരുമ്പോഴാണ് ജീവിതം പക്വതയുടെ തലത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ദുഃഖം ഭാഗ്യമാണെന്ന് തിരിച്ചറിയുക. 2, ദുഃഖകരമായ അനുഭവത്തിലാണ് ആശ്വാസവും സാന്ത്വനവും പകരുന്ന ദൈവ സാന്നിധ്യം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നത്. സന്തോഷത്തിൻ്റെയും ആഹ്ലാദ തിമിർപ്പുകളുടെയും അനുഭവത്തിൽ ദൈവ സാന്നിധ്യം മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ഈ ദുഃഖത്തിൻ്റെയും വേദനകളുടെയും അനുഭവത്തിലാണ്
ദൈവ സാന്നിധ്യം, ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദുഃഖം ഭാഗ്യമാണെന്ന് തിരിച്ചറിയുക. മൂന്നാമതായിട്ട് ദുഃഖം ഭാഗ്യമായി തീരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അപരൻ്റെ വേദനയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയുന്നത്. ദുഃഖത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നവരുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സൂര്യ ടിവിയുടെ പത്തനംതിട്ട ജില്ലയിലെ റിപ്പോർട്ടറായിരുന്നു ഷാജി അലക്സ്. ഞാൻ ശുശ്രൂഷിച്ച ഇടവകയിലെ അംഗമായിരുന്നു. ഷാജിയുടെ സഹധർമ്മിണിയുടെ പേര് റൂബി എന്ന. ആ കുടുംബവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു വൈദികനാണ് ഞാൻ. ഈ അടുത്ത സമയത്ത് റൂബിയെ കണ്ടപ്പോൾ റൂബി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ഛാ, ഒത്തിരി ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒക്കെ റിപ്പോർട്ടുകൾ പത്രത്തിൽ കൊടുത്തിട്ടുള്ള, വാർത്താ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള, സൂര്യ ടി വി കൊടുത്തിട്ടുള്ള ആളായിരുന്നു എൻ്റെ ജീവിത പങ്കാളിയായ ഷാജി അലക്സ്. അന്നൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് അത്രയൊന്നും വേദന തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് ഷാജിച്ചാൻ എൻ്റെ കൂടെ ഇല്ല. കാർ അപകടത്തിൽ ഷാജി മരിച്ചു. ഇപ്പോഴാണ് ആ ദുഃഖങ്ങളുടെ, പ്രത്യേകിച്ച് ജീവിത പങ്കാളി നഷ്ടപ്പെട്ട വിധവകളായി തീർന്ന മനുഷ്യരുടെ ആ വേദനകളുടെ ആഴം എനിക്ക് മനസ്സിലാകുന്നതെന്ന്. അനുഗ്രഹീത സഹോദരങ്ങളെ, ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സമാനമായ ദുഃഖങ്ങളിലൂടെ കടന്നു പോയിരുന്നവരുടെ വേദനകളുടെ ആഴം മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകുന്നത്. അതുകൊണ്ട് സുഖവും ദുഃഖവും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യരായിട്ട് മാറണം. മനോഭാവത്തിൻ്റെ മഹത്വമാണ് ദൈവിക അനുഗ്രഹങ്ങളെ ഇറക്കിക്കൊണ്ടുവരുന്നത് എന്ന് നീ തിരിച്ചറിയുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ശതാധിപന്റെ മകന്, ബാല്യക്കാരന് സൗഖ്യം കൊടുക്കുന്ന സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവിടെ ഈ ശതാധിപന്റെ പ്രിയപ്പെട്ട ദാസന് സൗഖ്യം കൊടുക്കുവാൻ ഇടയാക്കിയത് ഈ ശതാധിപന്റെ മനോഭാവത്തിൻ്റെ മഹത്വമാണ് എന്ന് തിരിച്ചറിയണം. ശതാധിപൻ തൻ്റെ ബാല്യക്കാരനെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് കാണുന്നു. അടിമയുടെ പരിരക്ഷ വലിയ കാര്യമായി ഗണിക്കാതിരുന്ന ഒരു സമൂഹത്തിൽ തൻ്റെ ബാല്യക്കാരനെ കുറിച്ച് പറയുന്നു, ശതാധിപന് പ്രിയപ്പെട്ട ദാസൻ. വീണ്ടും അവൻ്റെ മനോഭാവത്തിൻ്റെ മഹത്വം നമ്മൾ കാണുന്നുണ്ട്. യേശുതമ്പുരാൻ തൻ്റെ പുരയ്ക്കകത്തേക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ പറയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. തന്നെക്കാൾ ശ്രേഷ്ഠനായി, പദവിയുള്ളവനായി, മഹത്വമുള്ളവനായിട്ട് കർത്താവിനെ കാണുന്ന അവൻ്റെ മനോഭാവം. അതോടൊപ്പം തന്നെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കുന്ന അവൻ്റെ മനസ്സ്. അതുകൊണ്ടാണ് ചുറ്റുമുള്ളവരൊക്കെ കർത്താവിനോട് വന്ന് പറയുന്നുണ്ട്, നീ ഇത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യൻ, നമുക്ക് ആരാധിപ്പാൻ ഒരു പള്ളി പണിഞ്ഞു തന്നിട്ടുണ്ട് എന്ന്. ആ നിലയിൽ സമൂഹത്തോടുള്ള, ചുറ്റുമുള്ളവരോടുള്ള, അയൽക്കാരോടുള്ള അവൻ്റെ മനോഭാവത്തിൻ്റെ മഹത്വം. അതോടൊപ്പം തന്നെ പറയുന്നു, അവനൊരു പള്ളി പണിയിച്ച് തന്നിട്ടുണ്ട്. അപരൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്ന ശ്രമം. ആ നിലയിൽ ഈ മനോഭാവത്തിൻ്റെ മഹത്വമാണ് അവിടെ ശതാധിപന്റെ പ്രിയപ്പെട്ട ദാസന് സൗഖ്യം ലഭിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നത്. ആ നിലയിൽ മനോഭാവത്തിൻ്റെ മഹത്വമാണ് ദൈവിക അനുഗ്രഹങ്ങൾ ഇടങ്ങളായിട്ട് നിന്റെ ജീവിതങ്ങളെ മാറ്റുന്നത് എന്ന് തിരിച്ചറിയുക. മനോഭാവം മാറ്റേണ്ട ഒരു തലം നമ്മൾ കണ്ടു. അതായത് സുഖത്തോടും ദുഃഖത്തോടും ഉള്ള നിന്റെ സമീപനം. രണ്ടും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്നാൽ മറ്റൊരു തലം കൂടിയുണ്ട്. നിന്റെ മനോഭാവം മാറ്റേണ്ട മറ്റൊരു തലമെന്ന് പറയുന്നത് നിന്റെ സഹോദരനുമായുള്ള നിന്റെ ബന്ധത്തിനൊരു മാറ്റം വരണം. സഹോദരനോടുള്ള നിന്റെ മനോഭാവത്തിന് മാറ്റം വരണം. അനുഗ്രഹീത സഹോദരങ്ങളെ, സഹോദരനുമായുള്ള ബന്ധം ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ ആയിത്തീരുമ്പോൾ മാത്രമേ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്തിനു വേണ്ടി സാഹോദര്യ ബന്ധം സുദൃഢമായി തീരണമെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന്, ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം
5-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നീ യാഗം അർപ്പിക്കാനായിട്ട് വരുമ്പോൾ നിന്റെ സഹോദരൻ എന്തെങ്കിലും നിന്നോട് ഉണ്ട് എന്ന് തോന്നുമെങ്കിൽ നീ ബലിസാധനം അവിടെ വെച്ചിട്ട് ആദ്യം സഹോദരന്റെ അടുക്കൽ പോയി അവനോട് നിരന്നുകൊള്ളുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. അനുഗ്രഹീത സഹോദരങ്ങളെ, ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യമാണ്. അതുകൊണ്ട് സഹോദരന്റെ ഉണർവുള്ള കാവൽക്കാരായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായിട്ട് മാറുന്നത് എന്ന് നീ തിരിച്ചറിയുക. എന്തുകൊണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഐക്യപ്പെടണമെന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ കാര്യം, ചരിത്ര ലോകത്തിൽ ജീവിക്കുമ്പോൾ നീക്ക് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ, അതിജീവിപ്പാൻ സഹോദരി ഐക്യം ആവശ്യം. ആഫ്രിക്കയിൽ വളരുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് വായിക്കുവാനിടയായി. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ വൃക്ഷത്തിൻ്റെ തൈ നട്ടുകഴിഞ്ഞാൽ മേലോട്ട് 6 വർഷത്തേക്ക് വളരുകയില്ല. പിന്നീട് വളരുന്നത് ഇത് കീഴോട്ടാണ്, താഴോട്ടാണ്, മണ്ണിനടിയിലോട്ടാണ് ആദ്യത്തെ 6 വർഷത്തെ വളർച്ച. ഈ 6 വർഷം കൊണ്ട് ഇത് വേര് താഴോട്ട്, ഒരുപാട് താഴോട്ട് പോകും. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ വേരുകളുമായിട്ട് വളരെ ശക്തമായ ഒരു ബന്ധം ഇത് സ്ഥാപിക്കും. അങ്ങനെ 6 വർഷം അടുത്തടുത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുമായിട്ടുള്ള ശക്തമായ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടാണ് ഈ വൃക്ഷം മുകളിലോട്ട് വളരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ 6 വർഷത്തിന് ശേഷം ഇത് മുകളിലോട്ട് വളരുന്നുണ്ട്. എത്ര ശക്തമായ കൊടുങ്കാറ്റടിച്ചിരുന്നാലും, എത്ര ശക്തമായ പേമാരി ആഞ്ഞടിച്ചിരുന്നാലും ഈ വൃക്ഷം കടപുഴകിയില്ല എന്നുള്ളത് തിരിച്ചറിയുക. അതുകൊണ്ട് ചരിത്ര ലോകത്തിൽ നീ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ സഹോദരങ്ങൾ ഒരുമിച്ച് നിന്ന് നേരിടുമ്പോൾ ഭാരമല്ലാതായി മാറും എന്ന് നീ തിരിച്ചറിയണം. ആ നിലയിൽ ഐക്യം, സാഹോദര്യ ഐക്യം, സഹോദരന്റെ മനോഭാവത്തിന് മാറ്റം നീ വരുത്തണം. ആദരണീയനായ ബോബി ജോസച്ചൻ എഴുതിയ പുസ്തകം നിലത്തെഴുത്ത് എന്നൊരു, സഞ്ചാരികളുടെ ദൈവം എന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് പരാമർശിക്കുന്ന ഒരു സംഭവമുണ്ട്. 10 വയസ്സുള്ള പോളിയോ ബാധിച്ച്, തളർച്ച ബാധിച്ച, കാലുകൾ തളർന്നു പോയ 10 വയസ്സുള്ള മൂത്തവനെ 6 വയസ്സുള്ള ഇളയവൻ ചുമന്നുകൊണ്ട് പോവുക, ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവുക. ഈ കൊണ്ടുപോകുന്ന സമയത്ത് റോഡിൻ്റെ ഓരത്തിരുന്ന് ഓരോരുത്തർ ചോദിക്കുക, ഇളയവനോട് ചോദിക്കുക, എൻ്റെ പൊന്നുമോനെ ഇവൻ എന്തൊരു ഭാരമാടാ ഇത്, എൻ്റെ പൊന്നുമോനെ ഇതെന്തൊരു ഭാരമാ. ഉടനെ ഈ കുഞ്ഞു പറയുന്ന ഒരു മറുപടിയുണ്ട്, ഇത് ഭാരമല്ല, ഇതെൻ്റെ സഹോദരനാ, ഇത് ഭാരമല്ല, ഇതെൻ്റെ സഹോദരനാ. അനുഗ്രഹീത സഹോദരങ്ങളെ, സഹോദരന് ഒരിക്കലും ഭാരമായി മാറരുത്. നോമ്പിൻ്റെ കാലയളവിൽ ആവശ്യം ആരോടൊക്കെ പിണങ്ങിയിരിക്കുന്നുവോ, ആരോടൊക്കെ വിദ്വേഷം പുലർത്തുന്നുവോ അവരോടൊക്കെ ഇണങ്ങുവാൻ, അവരുമായിട്ടൊരു ദൃഢബന്ധം പുലർത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. മനസ്സിലാക്കണം, പഴയ നിയമത്തിലെ യോസഫിന് സഹോദരങ്ങൾ നേരിട്ടതുപോലെയുള്ള ഒരു പ്രതിസന്ധിയും സഹോദരങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായ ആ ദോഷകരമായ അനുഭവം ഈ ചരിത്ര ലോകത്തിൽ ഒരു സഹോദരനും അനുഭവിക്കേണ്ടി വന്നു കാണുകയില്ല. പക്ഷേ അത്രമാത്രം ദോഷകരമായ പ്രവൃത്തികൾ സഹോദരങ്ങളിൽ നിന്ന് നേരിടേണ്ടി വന്നുവെങ്കിലും അവിടെ യോസഫ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സഹോദരങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരനായ യോസഫാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായിട്ട് ദൈവം നിങ്ങൾക്ക് മുൻപേ എന്നെ ഇവിടേക്ക് അയച്ചതാകുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഒരു വിദ്വേഷവും സഹോദരങ്ങളോട് കാണിക്കാതെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും തക്കവണ്ണം ശ്രദ്ധിക്കുന്ന പഴയ നിയമത്തിലെ യോസഫ്. അതുകൊണ്ട് ഓർക്കുക, മനോഭാവങ്ങൾ മാറ്റേണ്ട 2 തലങ്ങൾ. ഒന്ന്, ജീവിതത്തിലെ ചില അനുഭവങ്ങളോട് നീ പുലർത്തുന്ന മനോഭാവത്തിന് മാറ്റം വരണം. 2, നിന്റെ സഹോദരങ്ങളോട് നീ പുലർത്തുന്ന ചില മനോഭാവത്തിന് മാറ്റം വരുത്തുക. അങ്ങനെ മാറ്റം വരുമ്പോൾ നിന്റെ ജീവിതമാകുന്ന താഴ്വര ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായി മാറും എന്ന് നീ തിരിച്ചറിയുക. ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായിട്ട് നിന്റെ ജീവിതം മാറണമെങ്കിൽ
രണ്ടാമതായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രമാണമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ലഭിച്ചതിൽ സംതൃപ്തി, നൽകിയതിൽ ദൈവത്തോട് നന്ദി അർപ്പിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. ലഭിച്ചതിൽ സംതൃപ്തിയും നൽകിയതിൽ ദൈവത്തോട് നന്ദി അർപ്പിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. നന്ദി അർപ്പിക്കണമെങ്കിൽ ആദ്യം ഒരു ചിന്ത മനസ്സിൽ വരണം, ലഭിച്ചതൊക്കെ ദൈവത്തിൻ്റെ കൃപയാലാണ് എന്നുള്ള ചിന്ത. ലഭിച്ചതൊക്കെ ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ ദൈവ തിരുസന്നിധിയിൽ സ്തുതി അർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ ദാനമാണ്, ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഒരു ചിന്ത നിങ്ങൾ ശക്തമായിട്ട് വരണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്തിനു വേണ്ടി ദൈവസന്നിധി നന്ദി അർപ്പിക്കണം? രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നന്ദി അർപ്പിക്കേണ്ടത്. ഒന്ന്, നന്ദി അർപ്പിക്കുന്നവന് മാത്രമേ കൂടുതൽ അനുഗ്രഹങ്ങൾ തമ്പുരാൻ കൊടുക്കുകയുള്ളൂ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ സഹായമൊക്കെ സ്വീകരിച്ച് ഒരു വാക്കെങ്കിലും നന്ദി പറഞ്ഞില്ല എങ്കിൽ പിന്നീട് അവനെ സഹായിക്കാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ ആരും അവനെ സഹായിക്കുകയില്ല. അതിന് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അവനൊരു ഉപകാരം ചെയ്തിട്ട് ഒരു വാക്ക് പോലും അവൻ നന്ദി പറഞ്ഞില്ല എന്ന് പറയാറുണ്ട്. പറയില്ലേ? പറയും. അപ്പൊ നന്ദി അർപ്പിക്കുന്നവന് മാത്രമേ കൂടുതൽ അനുഗ്രഹങ്ങൾ തമ്പുരാൻ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് ആവോളം ദൈവസന്നിധി നന്ദി അർപ്പിക്കുന്ന മനുഷ്യരാകണം. രണ്ടാമതായിട്ട്, നന്ദി അർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഈ 10 കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, ശമര്യക്കാരനായ പുറജാതിക്കാരനായ സൗഖ്യം പ്രാപിച്ച ഒരു മനുഷ്യൻ യേശു തമ്പുരാനെ നന്ദി അർപ്പിക്കാനായിട്ട് വരുന്നു. നന്ദി അർപ്പിക്കാൻ വരുന്നവന് അവനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 10 പേർക്ക് സൗഖ്യം കിട്ടി, വിളിച്ചപേക്ഷിച്ച 10 പേർക്കും സൗഖ്യം കിട്ടി. പക്ഷെ നന്ദി അർപ്പിക്കാൻ വന്നവന് ഒരു കാര്യം കൂടി അധികം കിട്ടി. 9 പേർക്ക് സൗഖ്യം കിട്ടി, 10ാമത് ഇവന് കിട്ടിയത് സൗഖ്യവും കിട്ടി, രക്ഷയും കിട്ടി. സൗഖ്യവും കിട്ടി, രക്ഷയും കിട്ടി. അനുഗ്രഹീത സഹോദരങ്ങളെ, ദൈവ തിരുസന്നിധി നന്ദി അർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു നന്മയെന്ന് പറയുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ സഹായകരമായ ഒരനുഭവം കൂടെ ഇതിലുണ്ട് എന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്നവരും ആയതിൽ ലഭിച്ചതിൽ സംതൃപ്തി അനുഭവിക്കുന്നവരുമായിട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റുക. അവിടെയാണ് ജീവിതം ധന്യമായിട്ട് മാറുന്നത്, ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായിട്ട് മാറുന്നത് എന്ന് നീ തിരിച്ചറിയുക. ലഭിച്ചതിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം, ആയിരിക്കുന്നതിൽ സംതൃപ്തി അനുഭവിച്ച് ജീവിക്കണം. നാം കാണുന്നുണ്ട് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ശൂന്യംകാരത്തിയായ ഒരു സ്ത്രീ, അവിടെ ജീവിതത്തിൽ മക്കളില്ലാത്ത ഭാരമുണ്ട്. ആ ഭാരമൊന്നും ആരുടെയും മുൻപിൽ ഇറക്കി വെക്കുവാൻ ഈ ശൂന്യംകാരത്തി ആഗ്രഹിക്കുന്നില്ല. എലീശായെ സ്വീകരിച്ചു, കുടുംബത്തിൽ ഭക്ഷണം കൊടുത്തു, പാർക്കുവാനായിട്ട് മുറിയൊക്കെ ക്രമീകരിച്ചു കൊടുത്തു. ഇത്രയൊക്കെ നന്മ ചെയ്ത ശൂന്യംകാരത്തിക്ക് എന്തെങ്കിലും തിരിച്ച് നന്മ ചെയ്യണമെന്ന് എലീശ ആഗ്രഹിക്കുന്നുണ്ട്. എലീശ തൻ്റെ ബാല്യക്കാരനെ പറഞ്ഞു വിടുന്നുണ്ട്, അവരോട് പോയി ചോദിക്കുക, രാജാവിനോടോ സേനാധിപതിയോടോ എന്തെങ്കിലും ശുപാർശ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം എലീശ പറഞ്ഞാൽ അപ്പടി ചെയ്യുന്ന അധികാരികളാ. എന്തെങ്കിലും നേട്ടത്തിന് എൻ്റെ ശുപാർശ ആവശ്യമുണ്ടോ? പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം ജനങ്ങളുടെ മധ്യേ വസിക്കുക. തൻ്റെ ജീവിതത്തിൽ മക്കളില്ല എന്നുള്ളൊരു കുറവുണ്ട്, കുഞ്ഞുങ്ങളില്ല എന്നുള്ളൊരു കുറവുണ്ട്. പക്ഷെ അതൊന്നും ആരുടെയും മുൻപിൽ നിർത്തി വെക്കുവാൻ ആഗ്രഹിക്കാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ശൂന്യംകാരത്തി സ്ത്രീ,
ആയിരിക്കുന്നതിൽ സംതൃപ്തിയുള്ള മനസ്സുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുണ്ടെന്ന് മനസ്സിലാക്കി നിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുക. ആ കുടുംബത്തിൽ നമ്മൾ കാണുന്നുണ്ട് മക്കളില്ലാത്ത ദുഃഖം. പക്ഷേ ഒരു വരം കൊടുത്തിട്ടാണ് അവിടെ പ്രവാചകൻ തിരികെ പോകുന്നത്. പ്രവാചകൻ പറയുന്നു, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും നിനക്കൊരു പൈതലിനെ ലഭിച്ചിരിക്കും. ആ ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്ന് മാത്രമല്ല, ആ കുഞ്ഞ് മരിച്ചു പോകുമ്പോൾ അവനെ ഉയർപ്പിച്ച ആ കുടുംബത്തിന് കൊടുത്ത് ആ കുടുംബത്തിന്റെ സന്തോഷം എന്നും നിലനിർത്തുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ആ നിലയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തിയും ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന മനുഷ്യരായിട്ട് മാറുമ്പോൾ നിന്റെ ജീവിതമാകുന്ന താഴ്വര ദൈവിക അനുഗ്രഹങ്ങളെ ഇടങ്ങളായിട്ട് മാറും. മൂന്നാമതായിട്ട്, ദൈവിക അനുഗ്രഹങ്ങൾ ഇടങ്ങളായിട്ട് നിന്റെ ജീവിതം മാറണമെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു പ്രമാണം, ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുള്ള ശക്തമായ ഒരു അഭിവാഞ്ച ജീവിതത്തിൽ ഉണ്ടാകണം. പോരുന്നെങ്കിൽ പോരട്ടെ എന്നുള്ള ചിന്തയല്ല. ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങൾ നേടണമെന്നുള്ള ശക്തമായ അഭിവാഞ്ച ഉണ്ടാകണം. നാം കാണുന്നുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 സംവത്സരമായിട്ട് കിടക്ക മാത്രം ശരണമായിട്ട് ബത്സയിദ കുളത്തിന്റെ കരയിൽ കിടക്കുന്ന തളർവാദ രോഗിയെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കർത്താവ് അവനോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവേ, എനിക്ക് മനസ്സുണ്ട്. ശരിയായ ആഗ്രഹത്തോടുകൂടി അവൻ കഴിയുക. ശക്തമായ ഒരു അഭിവാഞ്ച ജീവിതത്തിൽ ഉണ്ടാകണം. ആഗ്രഹിക്കുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കുവാനായിട്ട്, എല്ലാ നന്മകൾ കൊണ്ട് നിറയ്ക്കുവാനായിട്ട് കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്. വെളിപാട് പുസ്തകം 3:20 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാ പറയുന്നത്. അനുഗ്രഹീത സഹോദരങ്ങളെ, ഓർക്കുക, നിന്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങളൊക്കെ പരിഹരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ജീവിത വിഷയങ്ങൾ ഒന്ന് പരിഹരിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമുള്ള മനുഷ്യരായിട്ട് നീ മാറിയിട്ടുണ്ടോ എന്നാണ് നീ ചിന്തിക്കേണ്ടത്. ആ നിലയിൽ ജീവിതമാകുന്ന താഴ്വര ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായി മാറണമെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഭാവം, മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുള്ള ശക്തമായ അഭിവാഞ്ച ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ചിന്തിക്കുക. നാലാമതായിട്ട്, ജീവിതമാകുന്ന താഴ്വര ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായി മാറണമെങ്കിൽ നാലാമതായിട്ട് അതിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു പ്രമാണം, എൻ്റെ ജീവിത വിഷയങ്ങൾ പരിഹരിപ്പാൻ തക്കവണ്ണം ശക്തനാണ് എൻ്റെ ദൈവമെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകണം. ജീവിത വിഷയങ്ങൾ പരിഹരിപ്പാൻ തക്കവണ്ണം ശക്തനാണ് എൻ്റെ ദൈവം എന്നുള്ള ഒരു തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോയിരുന്നാലും എന്നെ കരുതുന്ന ശക്തനായവൻ കൂടെയുണ്ടോ എന്ന് ചിന്തിക്കുക. 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നിരുന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താണ്? നീ എന്നോട് കൂടെ ഉണ്ട്. ഏത് പ്രതിസന്ധിയിലും കൂടെയുള്ളവൻ, കൈവടിയാത്ത ശക്തനായവനുണ്ട് എന്ന് നീ തിരിച്ചറിയണം. ശക്തനായവൻ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയുക. തളർത്തുന്ന അറിവും ജീവിതത്തിലുണ്ട്, ശക്തീകരിക്കുന്ന അറിവും ജീവിതത്തിലുണ്ട്. ചില അറിവുകളൊക്കെ നമ്മെ തളർത്തിക്കളയും. വളരെ രസകരമായൊരു സംഭവം ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകത്തിൽ വായിക്കുവാനിടയായി. $83 വയസ്സുള്ള ഒരു അപ്പച്ചൻ. ഈ അപ്പച്ചൻ്റെ ഒരു ദുശീലം എന്തെന്ന് ചോദിച്ചാൽ, കിട്ടുന്ന കാശിന് മുഴുവൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുക. 21ാമത്തെ വയസ്സ് മുതൽ ഈ അപ്പച്ചൻ ലോട്ടറി ടിക്കറ്റ് എടുത്തു തുടങ്ങിയതാ. ഇപ്പം വയസ്സ് 83 ഓണത്തിൻ്റെ മെമ്പർ ലോട്ടറി ടിക്കറ്റ് എടുത്ത്
നടന്നു പോകുന്ന സമയത്ത് നെഞ്ചുവേദന വന്നു, ആശുപത്രിയിലായി, ICUലായി. അദ്ദേഹത്തിൻ്റെ ഷർട്ടും ഒക്കെ അഴിച്ചു മാറ്റി. മക്കളൊക്കെ വിവരമറിഞ്ഞു. 10-11 കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാം കൂടെ ഓടി ആശുപത്രി വന്നു. ഈ ആശുപത്രി ജീവനക്കാർ എന്ത് ചെയ്തു? ഈ അപ്പച്ചൻ്റെ ഉടുപ്പ്, പേഴ്സും എല്ലാം കൂടെ ഈ മൂത്തവനെ ഏൽപ്പിച്ചു. അവരെ ഉടുപ്പുമായിട്ടൊക്കെ ഇനി വീട്ടിൽ പോരുന്നു. എല്ലാവരും കൂടെ ഇരുന്നിട്ട് അപ്പച്ചൻ്റെ പോക്കറ്റ് പരിശോധിച്ചു. പോക്കറ്റ് പരിശോധിച്ചപ്പോഴോ ആ പിറ്റേ ദിവസം നറുക്കിടുന്ന ലോട്ടറി ടിക്കറ്റ് അപ്പച്ചൻ്റെ പോക്കറ്റിലുണ്ട്. മൂത്തവൻ പറഞ്ഞ ഒരു മുടിഞ്ഞ അപ്പം ഉള്ള കാശ് മുഴുവൻ ലോട്ടറി ടിക്കറ്റിന് കൊടുക്കുക. 21 വയസ്സ് തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇപ്പം വയസ്സ് 83 ഇപ്പോഴും ഈ ശീലം മാറിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. എന്തായിരുന്നാലും പിറ്റേ ദിവസമാണ് നറുക്കെടുപ്പ്. ടിക്കറ്റ് എടുത്ത് അതിൻ്റെ നമ്പർ നോക്കി, പേപ്പർ നോക്കിയപ്പോഴാണ് മനസ്സിലായിരിക്കുന്നത് അന്നത്തെ ബമ്പർ നറുക്കെടുപ്പ് 1ാം സമ്മാനം അടിച്ചിരിക്കുന്നത് അപ്പച്ചനെടുത്ത ടിക്കറ്റിനാ. ഉടനെ മക്കളെല്ലാം കൂടെ ഓടി വീണ്ടും ഡോക്ടറെ അടുത്ത് ചെന്നു. എൻ്റെ ഡോക്ടറെ, അപ്പച്ചൻ്റെ ജീവിതത്തിൽ ഒരു ദുശീലമെന്ന് ഞങ്ങൾ പറയുമെങ്കിലും അപ്പച്ചൻ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഉള്ള ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും അപ്പച്ചനെടുത്തു. 21 വയസ്സിന് തുടങ്ങി 83 വയസ്സ് വരെ ടിക്കറ്റ് എടുത്തു. കാര്യമായിട്ടൊന്നും അടിച്ചിട്ടില്ല, ചെറിയ തുകകളൊക്കെ അടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്, ഈ ബമ്പർ നറുക്കെടുപ്പിൽ അപ്പച്ചനാണ് 1ാം സമ്മാനം. അന്ന് 50 ലക്ഷം രൂപയാണ്, ഇന്നൊക്കെ കോടിയാണ്. അന്ന് 50 ലക്ഷം രൂപയാണ്. 50 ലക്ഷം രൂപ അപ്പച്ചൻ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അപ്പച്ചനെ ഈ വിവരം ഒന്ന് അറിയിക്കണം. ഉടനെ ഡോക്ടർ പറഞ്ഞു, അയ്യോ, അപ്പച്ചൻ ICU കിടക്കുക. ഏറ്റവും സന്തോഷമുള്ള കാര്യം കേട്ടിരുന്നാലും ഏറ്റവും ദുഃഖമുള്ള കാര്യം കേട്ടിരുന്നാലും അപ്പച്ചന് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപ്പച്ചൻ്റെ ആരോഗ്യം ഒന്ന് പുഷ്ടി പ്രാപിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഈ ചുമതല ഏറ്റു. 5-6 ദിവസം കഴിഞ്ഞു. ICUവിൽ ഡോക്ടർ എന്നും അപ്പച്ചൻ്റെ അടുക്കലിരുന്നു. കൈയൊക്കെ ഇങ്ങനെ തടവിക്കൊടുത്തിട്ട് അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചന് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ശീലം ഉണ്ടായിരുന്നോ? അപ്പച്ചൻ പറഞ്ഞു, 21ാമത്തെ വയസ്സ് തുടങ്ങിയതാ, ഈ പ്രാവശ്യം ടിക്കറ്റ് എടുത്തു. വീണ്ടും ഡോക്ടർ ചോദിച്ചു, എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഓ, വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കൂടിയ ഒരു 900 രൂപ, 800 രൂപ, 500 രൂപ, ഇതൊക്കെ ഉള്ളൂ. ഒരു 1000-ന് പുറത്ത് ഒരു തുകയും കിട്ടിയിട്ടില്ല. ഉടനെ ഈ ഡോക്ടർ അപ്പച്ചനോട് പറയാ, അപ്പച്ചൻ ഇനി ഞാൻ പറയുന്ന കാര്യം സങ്കല്പിച്ചാൽ മതി. അപ്പച്ചന് ഒരു 1 ലക്ഷം രൂപ അടിച്ചു എന്ന് വിചാരിക്കുക. അപ്പച്ചൻ എന്തോ ചെയ്യും? അപ്പച്ചൻ പറഞ്ഞു, എനിക്കൊരു 10-11 കുഞ്ഞുങ്ങളുണ്ട്, എല്ലാത്തിനും കൂടെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കും 1 ലക്ഷം രൂപയ്ക്ക്. അങ്ങനെ വീണ്ടും പറഞ്ഞു, അപ്പച്ചനൊരു 3 ലക്ഷം രൂപ കിട്ടിയെന്ന് വെച്ചോ. അപ്പച്ചൻ എന്ത് ചെയ്യും? 3 ലക്ഷം രൂപ കിട്ടിയ ഇളവനൊരു വണ്ടി മേടിച്ചു കൊടുക്കും. അങ്ങനെ തുക ഇങ്ങനെ കൂട്ടി വന്നു. 5 ലക്ഷമായാൽ 6 ലക്ഷമായാൽ ഉടനെ മറ്റവനും കൂടെ വണ്ടി മേടിച്ചു കൊടുക്കും. അവസാനം 10 15 20 25 തുക കുറേച്ചേ കൂട്ടുന്നുള്ളൂ. കാരണം വലിയ തുക പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു ചിന്ത ഡോക്ടർക്കും ഉണ്ട്. അതുകൊണ്ട് തുക ഇങ്ങനെ കുറേച്ചെ കൂട്ടിക്കൊടുത്തു. അവസാനം പറഞ്ഞു, അപ്പച്ചൻ ഒരു 50 ലക്ഷം രൂപ അടിക്കുന്നുവെന്ന് അപ്പച്ചൻ ഒന്ന് സങ്കല്പിക്കുക. അപ്പച്ചൻ എന്ത് ചെയ്യും? ഉടനെ അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് 50 ലക്ഷം രൂപ അടിക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപ ഡോക്ടർക്ക് തരും. ഇത് പറയുകയും ചെയ്തു. പുസ്തകത്തിൽ എഴുതിയിരിക്കുക, ആരോ നിലത്ത് വീഴുന്ന ഒരു ശബ്ദമാണ് പുറത്തു നിന്നവർ കേട്ടതെന്ന്. വീണതാരാന്നറിയാമോ? അപ്പച്ചനല്ല വീണത്, പിന്നെയോ വീണത് ഡോക്ടറാ. 25 ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടുമെന്നുള്ള സന്തോഷം താങ്ങാനുള്ള കെൽപ്പ് ഡോക്ടർക്കില്ല. ജീവിതത്തിൽ ചില തളർത്തുന്ന അറിവുണ്ട്, ജീവിതത്തിൽ ധൈര്യം തരുന്ന അറിവുണ്ട്. തളർത്തുന്ന അറിവല്ല, ധൈര്യം തരുന്ന അറിവാണ് നമുക്ക് വേണ്ടത്. ആ ധൈര്യം തരുന്ന അറിവാണ് ശക്തനായവൻ കൂടെയുണ്ട് എന്നുള്ള അറിവ്. ഈ ഭാര്യമാരോട് ഒരു ചോദ്യം ചോദിക്കുക, ഭാര്യയും ഭർത്താവും കൂടെ ഒരു സ്ഥലത്ത് പോകുമ്പോഴാണോ നിങ്ങൾക്ക് ധൈര്യം, അതോ ഭാര്യമാർ ഒറ്റയ്ക്ക് പോയിച്ച് ഒരു സ്ഥലത്ത് പോകുമ്പോഴാണോ നിങ്ങൾക്ക് ധൈര്യം കൂടുതൽ കിട്ടുന്നത്? ചിലർ പറയും, ഈ കാലമാടനെയും കൊണ്ട് പോയത് തന്നെ ബുദ്ധിമുട്ടായി, ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ സന്തോഷമായിട്ട് തിരിച്ചു വന്നേനെ. ചില കക്ഷികളെയും കൊണ്ട് പോയാൽ വലിയ ബുദ്ധിമുട്ടാ. പേടിത്തൊണ്ടന്മാരായ ഭർത്താവായി എന്നാ ചെയ്യാനൊക്കും? ഈ അടുത്ത സമയത്ത് ഒരു സ്ത്രീ ഒരു സാക്ഷ്യം പറഞ്ഞു. ഭാര്യയും ഭർത്താവും കഴിയുക, രാത്രി ആരോ ഇങ്ങനെ ജന്നലെ ഇങ്ങനെ മുട്ടുന്ന ശബ്ദം. ഈ ഭാര്യ എന്ത് ചെയ്തു? ഇച്ചായനെ ഇങ്ങനെ വിളിച്ചുണർത്തി, ആരോ ഈ ജനലിലൊക്കെ മുട്ടുന്നു, ഒന്ന് ഇറങ്ങി നോക്ക്.
ഒരുപാട് നേരം ഇങ്ങനെ ഇദ്ദേഹത്തെ കുലുക്കിയിട്ടാണ് ഇദ്ദേഹം ഒന്ന് ഉണർന്നത്. ഉണർന്നിട്ട് കണ്ണു തിരുമിയിട്ട് ഈ ഭാര്യയോട് പറയുക, ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ ഇരിക്കാം, ഞാൻ ഈ കട്ടിലിൻ്റെ കീഴിൽ ഇരിക്കാം, നീ പോയി കതവിന് തുറക്ക, ഞാൻ ഈ കട്ടിലിൻ്റെ കീഴിൽ ഇരിക്കാം. ഇങ്ങനെ പറയുന്ന കക്ഷി ആ കൂട്ടുകക്ഷിയെങ്കിൽ ഒരുമിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് പോകുന്നതാ. ശക്തനായവൻ കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനും അതിജീവിപ്പാൻ തക്കവണ്ണം ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നീ തിരിച്ചറിയുക. അനുഗ്രഹീത സഹോദരങ്ങളെ, ജീവിതത്തിൽ നിന്റെ ജീവിതമാകുന്ന താഴ്വരകൾ ദൈവിക അനുഗ്രഹങ്ങൾ ഇടങ്ങളായി മാറണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരേണ്ട ഒരു പ്രമാണമുണ്ട്. ജീവിത വിഷയങ്ങൾ പരിഹരിപ്പാൻ തക്കവണ്ണം ശക്തനാണ് എൻ്റെ ദൈവം എന്നുള്ള ചിന്ത. അഞ്ചാമതായിട്ട്, ജീവിതമാകുന്ന താഴ്വര ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായി മാറണമെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ചിന്ത എന്തെന്ന് ചോദിച്ചാൽ, ദൈവിക കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കും എന്നൊരു തീരുമാനം ജീവിതത്തിൽ കൊണ്ടുവരണം. ചോദ്യം ചെയ്യാതെ ദൈവിക കൽപ്പനകളെ അനുസരിക്കുന്നിടത്താണ് ദൈവിക കൃപയുടെ ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. പല സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം നാം കാണുന്നുണ്ട്. പത്രോസിനെ കാരാഗൃഹത്തിൽ അടച്ചിരിക്കുന്നു. കാരാഗൃഹത്തിലായ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം നാം കാണുന്നുണ്ട്. രാത്രിയിൽ ദൈവദൂതൻ ആ കാരാഗൃഹത്തിലെ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുക. അവിടെ ചെന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, നീ എഴുന്നേൽക്കുക, നീ ചെരുപ്പിടുക, നീ വസ്ത്രം ധരിക്കുക, നീ എൻ്റെ പിന്നാലെ വരിക. നീ എഴുന്നേൽക്കണം, നീ ചെരുപ്പിടണം, നീ വസ്ത്രം ധരിക്കണം, എൻ്റെ പിന്നാലെ വരണം. പത്രോസ് എഴുന്നേറ്റു, ഒന്നും ചോദിച്ചില്ല, പറഞ്ഞതുപോലെ ചെയ്തു. പ്രിയമുള്ളവരെ, ചോദ്യം ചെയ്യാതെയുള്ള അനുസരണം ഉള്ളിടത്താണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നത്. കാനാവിലെ കല്യാണ ഭവനം കൽപ്പാത്രങ്ങൾ വെള്ളം നിറപ്പാൻ പറഞ്ഞു, വക്കോളം നിറച്ചു. വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു, കൊണ്ടുപോയി കൊടുത്തു. പച്ചവെള്ളമാണോ കൊണ്ടുപോയി കൊടുക്കുന്ന അവർ ചോദിച്ചില്ല. നാം കാണുന്നുണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തെ പടകിന്റെ വലതുഭാഗത്ത് വല വീശാൻ പറയുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്ക് നിമിത്തം ഞങ്ങൾ വലയിറക്കാം. വലയിറക്കി. പെരുത്ത മീൻകൂട്ടമാ. തമ്പുരാൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ നിന്റെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള ഒരനുഭവമാ. പക്ഷെ ഓർക്കുക, അവിടെ നാം കാണുന്നുണ്ട്, പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പോഴും ഈ മീൻകൂട്ടത്തിന് അപ്പുറത്ത് നിൽക്കുന്ന കർത്താവിനെ തിരിച്ചറിയുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ കണ്ണൊന്നും ഈ പെരുത്ത മീൻകൂട്ടത്തിലേക്ക് പോയില്ല എന്നുള്ളത് ഓർക്കുക. അപ്പം ചോദ്യം ചെയ്യാതെ അനുസരിക്കുമ്പോൾ ദൈവികമായ അനുഗ്രഹങ്ങളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് താഴ്വരകൾ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശമാണ് നമ്മൾ കണ്ടത്. അത് ദൈവിക അനുഗ്രഹങ്ങളുടെ പ്രതീകമാണ്. ആ ഒന്നാമത്തെ പ്രധാന തലക്കെട്ടിലാണ് 5 കാര്യങ്ങൾ നമ്മൾ കണ്ടത്. അതായത് ജീവിതമാകുന്ന താഴ്വര ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം? 5 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. 1, നീ പുലർത്തുന്ന മനോഭാവങ്ങൾക്ക് മാറ്റം വരണം. പ്രത്യേകിച്ച് 2 തലങ്ങളിൽ. 1, സുഖത്തോടും ദുഃഖത്തോടും, ജീവിതത്തിലെ ദുഃഖകരമായ അനുഭവത്തിലും അതോടൊപ്പം തന്നെ സന്തോഷകരമായ അനുഭവത്തിലും ദൈവത്തെ ഒരേപോലെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യരായിട്ട് മാറുക. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് ലഭിച്ചതിൽ സന്തോഷവും നൽകിയതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന മനുഷ്യരായിട്ട് മാറുക. മൂന്നാമതായിട്ട് കണ്ടത് ജീവിതമാകുന്ന ഈ താഴ്വര ദൈവിക അനുഗ്രഹ ഇടങ്ങളായി മാറണമെങ്കിൽ അനുഗ്രഹങ്ങൾ ലഭിക്കണമെന്നുള്ള ശക്തമായ അഭിവാഞ്ച ഉണ്ടാകണം. 4, എൻ്റെ ജീവിത വിഷയങ്ങൾ പരിഹരിപ്പാൻ തക്കവണ്ണം ശക്തനാണ് ദൈവമെന്നുള്ള അവബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 5, ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. അവിടെയാണ് ദൈവിക അനുഗ്രഹങ്ങൾ കൂടുതൽ ഒഴുകിയിറങ്ങുന്നത് എന്ന് ചിന്തിക്കുക. രണ്ടാമതായിട്ട് ഈ താഴ്വരകൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സന്ദേശം കൂടെ ഈ താഴ്വരകൾ നമുക്ക് നൽകുന്നുണ്ട്. പോസിറ്റീവായൊരു സന്ദേശമാണ് നമ്മൾ കണ്ടത്, അതായത് അനുഗ്രഹങ്ങളുടെ ഇടമാണെന്ന്. എന്നാൽ പണ്ഡിതരായ മനുഷ്യരെ പിതാക്കന്മാർ പറയുന്നുണ്ട്, മലയിൽ നിന്ന് താഴ്വരകളിലേക്കുള്ള ഇറക്കമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ പാപ അവസ്ഥകളിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന ഇന്നിൻ്റെ തലമുറയുടെ
സൂചനയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. പാപജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന അനുഭവത്തിൻ്റെ സൂചനയായിട്ട് മലയുടെ മുകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്കുള്ള ഇറക്കം സൂചിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. പാപജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇന്ന് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക. പാപമെന്ന് പറയുന്നത് താഴേക്കുള്ള ഒരു പ്രക്രിയയായിട്ടാണ് ചിത്രീകരിക്കപ്പെടാറുള്ളത്. സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ് എന്നാണ് പറയുന്നത്. പാപമെന്ന് പറയുന്നത് താഴേക്കുള്ള ഒരു പ്രയാണമാണ്, ഒരു പ്രക്രിയ. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിവരിക്കുന്ന മുടിയൻ പുത്രന്റെ ഉപമയിൽ ആ മുടിയൻ പുത്രന്റെ ജീവിതത്തിന്റെ ആ പാപ ജീവിതത്തിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്ന ചിത്രം നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. അവൻ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് കൂട്ടുകാരുടെ സ്നേഹത്തിലേക്ക് പോകുന്നു. ആ കൂട്ടുകാരുടെ സന്തോഷത്തിൽ നിന്ന് അപരിചിതരുടെ സന്തോഷത്തിലേക്ക് പോകുന്നു. അപരിചിതരുടെ സന്തോഷത്തിൽ നിന്ന് പന്നികളുമൊത്തുള്ള വാസത്തിലേക്ക് പോകുന്നു. ആ നിലയിൽ ഏറ്റവും മോശമായ ഒരനുഭവത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. ഏത് തിന്മയായതും ചെയ്യുവാൻ മടിയില്ലാത്ത മനുഷ്യരായിട്ട് മാറുന്നു. ശരീരം ആസ്വാദനങ്ങൾക്ക് വേണ്ടി മാത്രമെന്ന് ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പാപജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ, ഈ നോമ്പിൻ്റെ കാലയളവിൽ ദൈവാത്മാവ് നിന്നെ ഓർമ്മിപ്പിക്കുന്നു, നീയൊന്ന് തിരിച്ചു വരിക. എന്ത് തിന്മകളാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് കത്തോലിക്ക സഭയിലെ ഒരു വൈദികൻ പറയുകയുണ്ടായി, എറണാകുളത്ത് 9 വിദ്യാർത്ഥിനികളെ അനാശാസ്യ പ്രവർത്തനത്തിന് അറസ്റ്റ് ചെയ്തു. ആ അച്ഛനോട് പറഞ്ഞത് അന്നത്തെ DGP ആയിരുന്നയാളാ. എന്തുകൊണ്ടാ അച്ഛാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പറയുകയാണ്. ആ 9 പെൺകുട്ടികളിൽ 9 പേരും ക്രിസ്ത്യാനികളാണ്. പിടിക്കപ്പെട്ടതോ കൂടെ അക്രൈസ്തവരായ വ്യക്തികളും. പ്രൊജക്റ്റ് വർക്ക് എന്ന പേരിൽ എറണാകുളത്ത് പോയതാ. അതിൻ്റെ മറവിൽ തിന്മയായത് പ്രവർത്തിക്കുക. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. അതിന് തിന്മയായത് പ്രവർത്തിക്കുക. എന്താണ് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുന്നത്? ആ DGP അച്ഛനോട് പറയുക, മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ നന്നാവുമ്പോൾ മക്കൾ നന്നാവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിന്മയായതിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇത് ആസ്വാദനത്തിന് വേണ്ടി മാത്രമല്ല ശരീരം, ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ മന്ദിരം നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കുമെന്ന അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരത്തെ കൂടുതൽ വിശുദ്ധിയിൽ സൂക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സാക്ഷ്യമുള്ള നിഷ്ഠയുള്ള ചിട്ടയുള്ള മാതാപിതാക്കൾക്ക് സാക്ഷ്യമുള്ള ചിട്ടയുള്ള നിഷ്ഠയുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. അതുകൊണ്ട് മക്കൾക്ക് റോൾ മോഡലായിട്ട് മാതാപിതാക്കൾ മാറണം. അങ്ങനെ മാറുമ്പോഴാണ് ആ കുഞ്ഞുങ്ങളൊക്കെ നന്നായി വരുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഇന്ന് തിന്മയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക, തിന്മയായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. പാപജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള പോക്കിൻ്റെ സൂചനയാണ് മലയിൽ നിന്നുള്ള താഴ്വരയിലേക്കുള്ള ആ ഇറക്കം. അതുകൊണ്ട് തിന്മയായതിനോട് വിട പറഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. വിശുദ്ധിയുടെ നിറവിലും തികവിലും ജീവിതം ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. വിശുദ്ധിക്ക് ഒരു നിർവചനം ഈ അടുത്ത സമയത്ത് വായിക്കുവാനിടയായി. എന്താണെന്നറിയാമോ? വിശുദ്ധിക്കുള്ള നല്ലൊരു നിർവചനം, ദൈവത്തിൻ്റെ മിഴികളിൽ നോക്കി നിൽക്കുവാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി. ദൈവത്തിൻ്റെ മിഴികളിൽ നോക്കി നിൽക്കുവാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി. തെറ്റ് ചെയ്തവന് ഉടയവൻ്റെ മുമ്പാകെ നോക്കി നിൽക്കാൻ ഒക്കെയില്ല. ഞാൻ കായംകുളം കാതീശ കത്തീഡ്രലിൽ ശുശ്രൂഷിച്ച ഒരച്ഛന, അവിടെ റിട്ടയർ ചെയ്ത ഒരു SI ഉണ്ട്. അദ്ദേഹത്തോട് ഞാൻ ഈ അടുത്ത സമയത്ത് ചോദിച്ചു, ഇന്ന് ശാസ്ത്രീയമായ ഒത്തിരി കാര്യങ്ങളുണ്ട്, കേസുകളൊക്കെ കണ്ടുപിടിക്കാൻ, കുറ്റവാളിയെ തെരഞ്ഞുപിടിക്കാനുമൊക്കെ.
നിങ്ങളുടെയൊക്കെ കാലത്ത് എങ്ങനെയാണ് ഈ കുറ്റവാളികളെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, മോഷണം നടന്നു, കൊലപാതകം നടന്നു, സംശയിക്കുന്ന 10 പേരുണ്ടെങ്കിൽ 10 പേരെയും കൊണ്ടുവന്ന് നിരത്തി നിർത്തിയിട്ട് ഓരോരുത്തരുടെയും മുഖത്ത്, പ്രത്യേകിച്ച് ഈ കണ്ണുകളിൽ ശക്തമായിട്ട് ഞാൻ നോക്കും. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ മുഖത്ത് കണ്ണുകളിൽ ഇങ്ങനെ ശക്തമായിട്ട് നോക്കും. തെറ്റ് ചെയ്തവനാണെങ്കിൽ അവൻ എൻ്റെ മുഖത്ത്, എൻ്റെ നോട്ടം അവൻ്റെ കണ്ണിലാവുമ്പോൾ അവൻ്റെ കണ്ണിൻ്റെ ദിശ അവൻ മാറ്റും, നോട്ടം അവൻ മാറ്റും. അവനെ ഇങ്ങോട്ട് മാറ്റി നിർത്തി ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്താൽ വ്യക്തമായിട്ട് അതിന് ഉത്തരം കിട്ടും, ശരിയായ പ്രതിയെ പിടിക്കാൻ കഴിയുമെന്ന. ആ സംഭവം പറഞ്ഞത് കേട്ടപ്പോഴാണ് ഈ നിർവചനം ഈ വിശുദ്ധിക്ക് എത്ര ചേർന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ദൈവ തിരുമുഖത്ത് നോക്കി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി. തെറ്റ് ചെയ്തവന് ഒരിക്കലും നോക്കി നിൽക്കാൻ കഴിയില്ല. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു. കർത്താവിനെ ഇങ്ങനെ വിസ്തരിക്കാൻ കൊണ്ടുപോകുന്നത് പത്രോസ് കാണുന്നു. പക്ഷേ തമ്പുരാന്റെ മുഖത്ത് നോക്കുവാൻ പത്രോസിന് കഴിഞ്ഞില്ല. പത്രോസ് എന്ത് ചെയ്തു? പുറത്തു പോയി അവൻ കരയുക, ഉറക്കെ കരയുക. കാരണം നോക്കി നിൽക്കാനുള്ള ആത്മധൈര്യം അവനില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് തെറ്റുകളെ തിരുത്തി വിശുദ്ധിയുടെ നിറവിലും തികവിലുമായി തീരുവാൻ നമുക്കിടയാകട്ടെ. പാപജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള നിന്റെ പ്രയാണം ഒന്ന് അവസാനിപ്പിച്ച് വിശുദ്ധിയുടെ ഔന്നത്യങ്ങളിലേക്ക് ഒന്ന് തിരികെ വരുവാൻ ഈ നോമ്പിൻ്റെ ദിനങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് താഴ്വരകൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ, മൂന്നാമത്തെ സന്ദേശം അതിരുകളെ കുറിക്കുന്ന ഇടമാണ് താഴ്വരകൾ. അതിരുകളെ കുറിക്കുന്ന ഇടമാണ് താഴ്വരകൾ. ആവർത്തന പുസ്തകം 3-ാം അധ്യായം പ്രത്യേകമായിട്ട് വായിക്കുമ്പോൾ ഇന്ന താഴ്വര വരെ ഇന്ന ഗോത്രക്കാർക്കെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ഓ 30-ഓ ആണ് ഈ അധ്യായങ്ങൾ. 2 പേർ നിങ്ങളൊന്ന് വായിക്കണം. 3-ആണോ 30-ആണോ എന്ന് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ഏതായാലും ആവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ഇന്ന താഴ്വര വരെ ഇന്ന ഗോത്രക്കാർക്കെന്ന് അതിരുകൾ നിർണയിക്കുന്ന ഇടമാണ് താഴ്വരകൾ. ജീവിതത്തിൽ അതിരുകൾ വേണ്ട 3 തലങ്ങളുണ്ട്. 1, നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള അതിരായിട്ട് നീ മാറണം, ക്രിസ്ത്യാനി മാറണം. ഇന്ന് നന്മ ഏതെന്നോ തിന്മ ഏതെന്നോ തിരിച്ചറിയാതെ എല്ലാറ്റിനോടും ചേർന്ന് പോകുന്ന മനുഷ്യ, നിനക്കൊരു മാറ്റം ഉണ്ടാകണം. നീ നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള അതിരായിട്ട് മാറണം. നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള അതിരായിട്ട് നീ മാറണം. സമൂഹമായുള്ള ബന്ധത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള അതിരായിട്ട് നീ മാറുക. രണ്ടാമതായിട്ട് അതിരുകൾ വേണ്ടത് കുടുംബതലത്തിലാണ്. കുടുംബതലത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ചില അതിരുകൾ വേണം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന് ചില അതിരുകൾ ആവശ്യമാണ്. ആധുനിക മനഃശാസ്ത്രം പറയുന്നത് മക്കളുടെ മുമ്പിൽ മാതാപിതാക്കൾ സുഹൃത്തുക്കളെ പോലെ ഇടപെടണമെന്നാ. തെറ്റേ ഞാൻ പറയുന്നില്ല, സുഹൃത്തുക്കളെ പോലെ ഇടപെട്ടോ. പക്ഷേ ചില അതിരുകളൊക്കെ അപ്പനും അമ്മയും സൂക്ഷിക്കണം. പറയാൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് അപ്പനും മക്കളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിൽ പറയേണ്ടത് എന്താണ്, പ്രവർത്തിക്കേണ്ടത് എന്താണെന്ന് അറിയാത്ത രീതിയിൽ ഇന്ന് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ ശുശ്രൂഷിച്ച ഒരു ഇടവകയിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പോയി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, അച്ഛൻ ഇന്നടുത്ത് ആ അമ്മച്ചി സുഖമില്ലാതെ കിടക്കുക, അച്ഛൻ അവിടെ ഒന്ന് കയറണം. ഞാൻ അവിടെ കയറിയപ്പോൾ അപ്പച്ചനുമുണ്ട്. അമ്മച്ചി സംസാരിക്കും ഭംഗിയായിട്ട്, പക്ഷെ ഏതോ മാരകമായ രോഗം അമ്മച്ചിയെ ഗ്രസിച്ചിട്ടുണ്ട്, കിടപ്പാണ്. അപ്പച്ചൻ അടുത്തിരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛനെ കണ്ടിട്ട് എത്ര നാളായി, സന്തോഷം അച്ഛൻ വന്നല്ലോ. വിശേഷങ്ങളൊക്കെ തിരക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ വന്ന് നന്നായി, എൻ്റെ 2 മക്കളെ ഇപ്പോൾ ഒരുമിച്ച് കാണാം. ഇവർ 2 പേരും വന്നിട്ടുണ്ട്. ഒരാൾ ഇവിടെ ഉണ്ട്, അയാൾ തന്നെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് മൂത്തവനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോയിരിക്കുക. അവര് ഈ ഹരിപ്പാട് വരെ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇവിടെ വരും. അച്ഛന് അവനെയും കൂടെ കണ്ടേച്ച് പോയാൽ മതി. അപ്പം ഞാൻ ഈ മുറിക്കകത്തിരിക്കുന്നു.
ഒരു 10 മിനിറ്റിനകം ഇവൻ വന്നു. അപ്പൻ എന്ത് ചെയ്തു? അമ്മയുടെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് സിറ്റ് ഔട്ടിലോട്ട് പോയി. ഈ മൂത്തവൻ ഓടി ഇങ്ങോട്ട് വന്ന് അപ്പച്ചനെ കെട്ടിപ്പിടിച്ചിട്ട് അപ്പച്ചൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറയുകയാണ്, പപ്പ വിഷമിക്കണ്ട കേട്ടോ, പപ്പ വിഷമിക്കണ്ട, പപ്പായ്ക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഈ ദേവാലയത്തിന് മുമ്പിൽ ഇരുന്ന് പറയുക, അല്ല പ്രസംഗം പൊലിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. എൻ്റെ കാത് കൊണ്ട് കേട്ട് ഞാൻ ചിന്തിച്ചു. ഒരു മകൻ ഗൾഫിൽ നിന്ന് വന്ന് സിറ്റ് ഔട്ടിൽ വെച്ച് ആദ്യം അപ്പനെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, പപ്പ വിഷമിക്കണ്ട, പപ്പായ്ക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സോഷ്യലായിട്ട് ജീവിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണ്ട. മാതാപിതാക്കളും മക്കളും തമ്മിൽ ചില അതിരുകളൊക്കെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ഇടയാകണം. തിന്മയായതിൽ ഒന്നിക്കുന്ന മാതാപിതാക്കളും മക്കളുമായിട്ട് നമ്മൾ മാറരുത്. ഇവിടെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ പ്രസക്തി. അബ്രഹാം ഇസഹാക്കിനെ കൊണ്ടുപോയത് ആരാധിക്കുവാൻ, യാഗമർപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കൊണ്ടുപോയത്. അങ്ങനെ ആത്മീയമായ ചിട്ടയിലും നിഷ്ഠയിലും ഈ കുഞ്ഞ് വളർന്നതുകൊണ്ട് അപ്പൻ ചെയ്യുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയി ബലിപീഠം ക്രമീകരിച്ചു. ബലിപീഠവുമായിട്ട് ഈ ഇസഹാക്കിനെ വരിഞ്ഞു മുറുക്കി. ഇസഹാക്കിന് അറിയാം, നിമിഷ നേരത്തിനുള്ളിൽ ഞാൻ ഇവിടെ ബലിയായി തീരുമെന്ന്. പക്ഷെ ഇസഹാക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ ബലിപീഠത്തിക്ക് കിടക്കുക. കാരണം എന്താ? ദൈവം രക്ഷിക്കുമെന്നുള്ള വിശ്വാസമൊന്നുമല്ല, മറിച്ച് മകനെന്നുള്ള നിലയിൽ അവനൊരു ബോധ്യമുണ്ട്, എന്നെ ഈ മലയുടെ നെറുകയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ അപ്പനാ. എനിക്ക് ദോഷമായിട്ടുള്ള ഒന്നും എൻ്റെ അപ്പൻ ചെയ്യുകയില്ല. എനിക്ക് ദോഷമായിട്ടുള്ളതൊന്നും എൻ്റെ അപ്പൻ ചെയ്യുകയില്ല. അനുഗ്രഹീത സഹോദരങ്ങളെ, എത്ര അപ്പന്മാരെ കുറിച്ച് മക്കൾ ഇതുപോലൊരു സാക്ഷ്യം പറയും. വളരെ വേദന തോന്നി. ഈ അടുത്ത സമയത്ത് പത്രം വായിച്ചപ്പോൾ പറവൂർ പെൺവാണിഭ കേസിൽ ആ പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞ് വനിതാ കമ്മീഷനോട് പറഞ്ഞ മൊഴി പത്രത്തിലുണ്ടായിരുന്നു. പറയുകയാണ്, ലോഡ്ജ് മുറിയിൽ ഈ മൃഗമനുഷ്യരായ വ്യക്തികൾ എന്നെ ഇങ്ങനെ മാറി മാറി പീഡിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പൻ ഉറക്കം നടിച്ച ആ മുറിയിലുണ്ടായിരുന്നുവെന്ന അപ്പൻ ഉറങ്ങുന്നത് പോലെ കിടന്നു. ഇവിടെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ പ്രസക്തി. മകൻ ധൈര്യമായിട്ട് കിടക്കുക, എന്നെ കൊണ്ടുവന്നത് എൻ്റെ അപ്പനാ, എനിക്ക് ദോഷമായിട്ടുള്ളതൊന്നും എൻ്റെ അപ്പൻ ചെയ്യുകയില്ല. അതുകൊണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിൽ ചില അതിരുകൾ കുടുംബതലത്തിൽ ഉണ്ടാകണം, സമൂഹതലത്തിൽ അതിരുകൾ ഉണ്ടാകണം. നന്മയ്ക്കും തിന്മയ്ക്കും ഇടയുള്ള അതിരായിട്ട് നീ മാറണം. കുടുംബതലത്തിൽ അതിരുണ്ടാകണം. അപ്പനും മാതാപിതാക്കളും മക്കളും തമ്മിൽ ചില അതിരുകൾ ദൈവികമായ അനുഭവത്തിൽ മക്കളെ വളർത്തിയെടുക്കുക. തിന്മയായതിൽ മാതാപിതാക്കൾ കൂട്ടാളികളായി തീരാതിരിക്കുക. മൂന്നാമതായിട്ട് വേണ്ട അതിരുകൾ വേണ്ട ഒരു തലമെന്ന് പറയുന്നത് നമ്മുടെ ഇടവുകളിൽ ചില അതിരുകൾ സൂക്ഷിക്കപ്പെടണം. കർത്താവ് പറഞ്ഞ എന്താണ്? എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കി കളയരുതല്ലേ, കള്ളന്മാട് ഗുഹയാക്കി മാറ്റരുത്, ദേവാലയത്തെ കമ്പോളവൽക്കരിക്കരുത്. എന്താണ് കമ്പോളത്തിൻ്റെ പ്രത്യേകത? 2 കാര്യങ്ങളാ. ഒന്ന്, ലാഭേച്ഛയാണ് ഈ കമ്പോളത്തിൻ്റെ മുഖമുദ്ര. കമ്പോളം സംസ്കാരം മത്സര്യത്തിൻ്റെ സംസ്കാരമാണ്. അതോടൊപ്പം തന്നെ ലാഭേച്ഛയുടെ സംസ്കാരമാണ്. ലാഭേച്ഛ കൂടാതെ, മത്സര്യത്തിൻ്റെ അനുഭവം കൂടാതെ, ദൈവ സ്നേഹത്തിൽ ത്യാഗം സഹിച്ചുകൊണ്ട് അവരനെ തന്നോട് ചേർത്ത് നിർത്തുന്ന അനുഭവത്തിൽ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. സമയത്തിൻ്റെ ആ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുകയാണ്. ഒരു നിമിഷം 1-2 മിനിറ്റ് മാത്രം നമ്മുടെ തലകളെ വണക്കി നമ്മൾ ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് ഇന്നത്തെ ഈ ധ്യാനയോഗം അവസാനിപ്പിക്കുകയും ചെയ്യാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, 2 ഭാഗങ്ങളായിട്ട് ചില ദൈവികമായ ചിന്തകൾ പങ്കിടുവാനായിട്ട് അവസരം നൽകിയതിനായി നിന്നെ സ്തുതിക്കുന്നു. നോമ്പിൻ്റെ കാലയളവിൽ ഞങ്ങളുടെ മനസ്സിലൂടെ കടത്തിവിടേണ്ട ചില ചിന്തകൾ
നല്ല ശീലങ്ങളിലേക്ക് ഉള്ള തിരിച്ചു നടപ്പാണ് നോയമ്പ് എന്നവിടുന്ന് മനസ്സിലാക്കി തന്നതിന് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള അവസരമാണ് നോമ്പിൻ്റെ നാളുകളെന്ന് അവിടുന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കൈമോശം വന്ന ക്രിസ്തുവിനെ, ക്രൈസ്തവ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുവാനായിട്ട് നൽകിയിരിക്കുന്ന അവസരമാണ് ഈ നോമ്പിൻ്റെ നാളുകളെന്ന് അവിടുന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, താഴ്വരകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന സന്ദേശങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അത് അനുഗ്രഹങ്ങളുടെ ഇടമാണ്. ഞങ്ങളുടെ ജീവിതമാകുന്ന താഴ്വരകൾ ദൈവിക അനുഗ്രഹങ്ങളുടെ ഇടങ്ങളായി മാറണമെങ്കിൽ 5 കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് അവിടുന്ന് ഓർമ്മിപ്പിച്ച് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. വീണ്ടും താഴ്വര ഞങ്ങളെ ഓർമ്മിപ്പിച്ചു. മലയിൽ നിന്ന് താഴ്വരയിലേക്കുള്ള ഇറക്കം പാപജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഇന്നിൻ്റെ തലമുറയുടെ സൂചനയായിട്ടെടുക്കണമെന്ന്. ദൈവമേ, ദൈവമേ, ഞങ്ങളുടെ എല്ലാ അപരാധങ്ങളോടും വിട പറഞ്ഞ് വിശുദ്ധിയുടെ നിറവിലും തികവിലും അവിടുത്തെ തിരുമുഖത്ത് നോക്കി നിൽക്കുവാനുള്ള ആത്മവിശ്വാസമാണ് വിശുദ്ധി എന്നുള്ള തിരിച്ചറിവിൽ വിശുദ്ധിയുടെ നിറവിലായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിരുകളെ കുറിക്കുന്ന ഇടങ്ങളാണ് താഴ്വരകൾ എന്ന് അവിടുന്ന് പഠിപ്പിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, അതിരുകൾ വേണ്ട 3 തലങ്ങൾ. സമൂഹമായുള്ള ബന്ധത്തിൽ നന്മയ്ക്കും തിന്മയ്ക്കും ഇടയ്ക്കുള്ള അതിരായിട്ട് ഞങ്ങൾ മാറണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. കുടുംബ തലങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ചില അതിരുകൾ സൂക്ഷിക്കപ്പെടണമെന്ന് അവിടുന്ന് ഓർമ്മിപ്പിച്ചു. ഞങ്ങളുടെ ഇടവക തലങ്ങളിൽ ലാഭേച്ഛയില്ലാത്ത, മാത്സര്യത്തിന് സ്ഥാനമില്ലാത്ത, സ്നേഹത്തിൽ വളരെ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ആധാരമാക്കിക്കൊണ്ട് അതിലുപരി എല്ലാവർക്കും വേണ്ടി ത്യാഗം സഹിക്കുവാൻ സന്നദ്ധതയുള്ള ഒരു തലമുറയായിട്ട് മാറുവാൻ ഇന്നിൻ്റെ തലമുറയെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദപരിധിക്കുള്ളിരുന്ന് ശ്രവിച്ച എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണമേ. കേട്ട വചനങ്ങളനുസരിച്ച് ജീവിതത്തെ ശരിയാവണ്ണം ക്രമീകരിപ്പാൻ സംഗതിയാക്കണമേ. നന്മകളാലും നിറയ്ക്കണമേ. ഞങ്ങൾ നിത്യവും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമായതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.